ഏറ്റവും വലിയ ദൈവ അനുഭവ സമയത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളെയും ഈ ശുശ്രൂഷ അന്യരാജ്യങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലും ജില്ലകളിലും ഇരുന്നു കൊണ്ട് ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളുടെയും അവരുടെയും എല്ലാ ജീവിത അവസ്ഥകളെയും പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ ആരാധനാ സമയം ഈശോയ്ക്ക് സമർപ്പിച്ച് ഞങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഉപകരണങ്ങളാക്കണമേ. സുവിശേഷത്തിന്റെ സാക്ഷികളാക്കണമേ. പരിശുദ്ധ പരമദിവ്യ സ്നേഹമേ, അങ്ങയുടെ സുവിശേഷത്തിന്റെ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റേണമേ. ദിവ്യകാരുണ്യനാഥനെ, അങ്ങയുടെ സാക്ഷികളായി മാറുവാൻ ഞങ്ങളിൽ കൃപയൊഴുക്കണമേ. ദിവ്യ സ്നേഹമേ, ലോകമെമ്പാടും വരുന്ന ഈ ദിവ്യകാരുണ്യനാഥന്റെ ആരാധന ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സകലരെയും സമർപ്പിച്ച് ഞങ്ങൾ യാചിക്കുന്നു. ആരാധന 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 യേശുവേ, ആരാധന 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, മൂല്യവർദ്ധിത ആധ്യാത്മികത, അതായത് നമ്മളുടെ ഓരോ ദിവസവും ചെല്ലും തോറും നമ്മൾ ദൈവതിരുസന്നിധിയിൽ നമ്മളുടെ വാല്യൂ, മൂല്യം കൂടിക്കൊണ്ടേ ഇരിക്കണം. അതിനു വേണ്ടി വേണം നമ്മുടെ ജീവിത പ്രതിസന്ധികളെ നമ്മൾ കൈകാര്യം ചെയ്യാൻ. ഇപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ? എന്നാ സാക്ഷ്യം പറഞ്ഞത്? വക്കൽക്കോട് മരവിച്ച് പോയൊരു സാക്ഷ്യം പറഞ്ഞത്. ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ രണ്ടാമത് പറഞ്ഞ ചേച്ചി ആ വക്കൽക്കോട് മരവിച്ച് പോയത് ഡോക്ടർ 8 മാസം പറഞ്ഞായിരുന്നു അല്ലേ? 8 മാസം പറഞ്ഞായിരുന്നു. അത് നേരെയാകാനും ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോഴ് ശ്വാസകോശത്തിലേക്കാണ് പോണത്, ആമാശയത്തിലേക്ക് പോകാൻ. കാര്യം ഇവിടെ എല്ലാം ഇങ്ങനെ ഡാമേജ് ആയിപ്പോയി, കുറുനാക്ക് വരെ പോയായിരുന്നു. അപ്പോഴ് അതിന് കുറേ സമയമെടുക്കും. പിന്നെ എങ്ങനെയാണ് ഇവരുടെ പെട്ടെന്ന് ഇങ്ങനെ 3 മാസം കൊണ്ട് ഈ ഒക്കക്കോടെല്ലാം ഡാമേജായി പോയ ആൾ പിന്നെ എങ്ങനെയാണ് 3 മാസം കൊണ്ടെല്ലാം? അപ്പോൾ സമയമാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ ഉടമ്പടിയുടെ സബ്ജക്റ്റാണ് ആ പറഞ്ഞത്. അവരെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. 8 മാസം വൈദ്യശാസ്ത്രം പറയും, ആ വിഷയം അമ്മയുടെ തിരുസന്നിധി വെക്കുമ്പോൾ 5 മാസം കുറച്ച് കൊടുക്കും. അതാണ് സമയച്ചുരുക്കം. ഉടമ്പടി എന്തിൻ്റെ പ്രാർത്ഥനയാണ്? സമയച്ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ്. സമയച്ചുരുക്കം എന്ന് പറയുമ്പോൾ എന്തെല്ലാം വരുമെന്നറിയാവോ? ആരോഗ്യം, സമ്പത്ത് എല്ലാം അതിലുള്ളതാണ് സമയം. കാര്യം സമയം കൂടുന്തോറും നമുക്ക് ചിലവ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ചിലവ് ചുരുക്കവും അതിൻ്റെ തൊണ്ടേ. സമയം ചെല്ലുന്തോറും സമയം കൂടുന്തോറും നമ്മളുടെ മനസ്സ് തളർന്നുകൊണ്ടിരിക്കും. അപ്പം മനസ്സിനെ ശക്തിപ്പെടുത്തുന്നതും സമയച്ചുരുക്കത്തിൻ്റെ തൊണ്ടേ. പക്ഷേ ഈ സമയം നമ്മൾക്ക് എങ്ങനെ ചുരുക്കാൻ പറ്റും? അതിനെന്നാ ചേച്ചി പറഞ്ഞത്? സമയച്ചുരുക്കം. ഇപ്പോൾ ഉടമ്പടി സമയച്ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ്. സമയം നമുക്ക് എങ്ങനെ ചുരുക്കാൻ പറ്റും? അതെന്താ ചേച്ചി വ്യാഖ്യാനിച്ച് പറഞ്ഞത്? അതായത് ഈ ഭക്ഷണം ഇറങ്ങണില്ലായിരുന്നല്ലോ അവർക്ക് തൊണ്ടയിലൂടെ. രണ്ടാമത് പറഞ്ഞ ചേച്ചി, ആദ്യ ചേച്ചി എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു ആദ്യം പറഞ്ഞ്. രണ്ടാമത് പറഞ്ഞ ചേച്ചി ആ അത്ഭുതത്തെ വ്യാഖ്യാനിച്ചായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അകത്തിരുന്നു അവർ പറയുന്നത്. അവരെന്നാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ
തൊണ്ട ഡാമേജ് ആയിരിക്കും. അപ്പോൾ എന്നാ സംഭവിച്ചിരിക്കുന്നത്? ഭക്ഷണം ഇറങ്ങുന്നില്ല, ഭക്ഷണം ട്യൂബ് വഴിയായി തൊണ്ട തുളച്ച് ട്യൂബ് വഴി ഇട്ടിരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ആരോഗ്യ പ്രശ്നം ശരിക്കും ഉണ്ടാവും. പിന്നെ എന്താ? ശ്വാസം മുട്ടൽ വന്ന് ഇല്ലേ, ശ്വാസം മുട്ടൽ വന്ന് കഫ തടസ്സം, ശ്വാസ തടസ്സം എല്ലാം കൊണ്ടും ഭയങ്കര, അത് ചിന്തിച്ച് നോക്കിയാൽ അങ്ങനെയുള്ള പല രോഗികളും മരിച്ചു കാണും. അപ്പോൾ അതിനവർ ചെയ്ത ഒരു ജോലി തൊണ്ടയിൽ ആഹാരം ഇറങ്ങാത്ത ഒരു വിഷയമാണ്. അവർ എന്നാ ചെയ്ത്? ഉടമ്പടിയിലൊരു സംഭവമുണ്ട്, കാരുണ്യ പ്രവൃത്തി. അതാണ് കാരുണ്യ പ്രവൃത്തി ഇല്ലേ. സമയച്ചുരുക്കം എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ആ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. കാരുണ്യ പ്രവൃത്തി എന്താണ്? എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഇത് അമ്മ പറയുമ്പോൾ ഇത്രയും റേഞ്ച് ഇതിനുണ്ടെന്ന് എനിക്ക് സത്യം അറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് ഈശോ പറഞ്ഞ വാക്കല്ലേ, അവൻ പറഞ്ഞതുപോലെ ചെയ്യാനല്ലേ അമ്മ പറഞ്ഞത് ഇല്ലേ. അവൻ പറഞ്ഞതാണ് എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. പക്ഷെ അവൻ എന്തു പറഞ്ഞു എന്നതിനേക്കാൾ ഉപരി വിഷയം അവൻ എന്തുകൊണ്ട് പറഞ്ഞു എന്നാണ്. അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അതാണ് വാല്യൂ ആഡഡ് സ്പിരിച്വാലിറ്റി, മൂല്യവർദ്ധിത ആധ്യാത്മികത എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഭക്ഷണം ഇറങ്ങാത്ത ഒരു രോഗമാണ്. അപ്പം അതിന് ബദലായിട്ട് നമ്മൾ എന്നാ ചെയ്യണത്? ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കും. പക്ഷേ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കണത്? അതാണ് നമ്മൾ അറിയേണ്ടത്. എന്താ കാര്യം? നമ്മൾ കൊടുക്കണത് അതെങ്ങനെ ഗ്രേസായിട്ട് മാറണത്, കൃപയായിട്ട് മാറണത് എങ്ങനെയാണ്? ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് തൊണ്ട മരവിച്ച് പോയ വ്യക്തിക്ക് സൗഖ്യമായി മാറണതെന്ന് അറിയണം നമ്മൾ. അതെങ്ങനെയാണ് മാറണത്? കർത്താവ് പറഞ്ഞിട്ടുണ്ട് 10:42 മത്തായിയുടെ സുവിശേഷത്തിലെ. എന്നാ പറഞ്ഞിരിക്കണത്? എൻ്റെ ശിഷ്യനെന്ന് കരുതി ഒരു പാത്രം പച്ചവെള്ളം എൻ്റെ നാമത്തിൽ കൊടുത്താൽ അവന് പ്രതിഫലം സിദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ വലിയ കാര്യമാണ് ഈശോയുടെ നാമത്തിൽ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ കുരിശ് കൃപയായി കൺവേർട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ടെക്നിക്ക് മക്കൾക്ക് മനസ്സിലാകണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛൻ പറഞ്ഞ് രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാമ്പോൾ ഞാൻ അദ്ദേഹം മെഡിക്കൽ കോളേജിൽ വന്ന് ഭക്ഷണം കൊടുക്കുകയാണെന്ന്, അതല്ല. നമ്മൾ എന്നാ ഈശോ പറഞ്ഞത്? ഒരു പാത്രം വെള്ളം ആണെങ്കിലും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വെള്ളം പോലും ഏറ്റവും മൈന്യൂട്ട് ലീസ്റ്റായിട്ടുള്ള ഒരു സഹായമാണെങ്കിലും നമ്മൾ ഈശോൻ്റെ നാമത്തിൽ കൊടുക്കണം. ഈശോയുടെ നാമത്തിൽ കൊടുക്കുമ്പോൾ എന്നാ സംഭവിക്കണത്? ഈശോയുടെ നാമം മഹത്വപ്പെടും. ഈ സ്പിരിച്വാലിറ്റി ഡൈനാമിക്സമാണ് അച്ഛൻ പറയണത്. അതായത് ആധ്യാത്മിക ശക്തിയുടെ യാന്ത്രികതയാണ് അത് യന്ത്രതന്ത്രമാണ് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് അറിയണം. എന്നാലും നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകത്തുള്ളൂ. എന്താ പറയണത്? എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുക്കുന്നതെങ്കിൽ 10:42 പറയും അതിന് നിങ്ങൾക്ക് പ്രതിഫലം നൽകുമെന്ന് പറയും. നിങ്ങൾക്കറിയാവോ ദൈവം പ്രതിഫലം എന്ന് പറയണത് എന്താ? ഇതാ ഞാൻ വരുന്നു, എൻ്റെ പ്രതിഫലവും കൊണ്ടുവരുന്നുവെന്ന്. ഇപ്പോൾ 21-ാം സങ്കീർത്തനം അല്ല വെളിപാട് 21:6 വായിക്കുമ്പോൾ ഇതാ ഞാൻ വരുന്നു, എൻ്റെ സമ്മാനവും കൊണ്ട് വരുന്നു. പ്രതിഫലത്തിനും സമ്മാനവും ബൈബിൾ ഏതാണ്ട് ഒരേ വാക്കാണ് ഉപയോഗിക്കുന്നത്. സമ്മാനമായാലും പ്രതിഫലമായാലും നെറ്റിഫെട്ടിൽ ദാറ്റ് ഇസ് ഗ്രേസ്. എന്താണത്? കൃപയാണ്. അത് കൃപയാണ്. കൃപ എന്താണ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ അപ്പായിടത്തുനിന്ന് പീഡാനുഭവത്തിലൂടെ നേടിയെടുത്ത ദൈവവരപ്രസാദത്തിനാണ് കൃപ എന്ന് പറയണത്. ആ കൃപ നമ്മളിലേക്ക് വരണത് ശക്തിയായിട്ടാണ് വരണത്. ശക്തി ശരീരത്തിൽ വന്നാൽ സൗഖ്യമായി മാറും. ശക്തി ജീവിത മണ്ഡലങ്ങളിൽ വന്നാൽ അനുഗ്രഹമായി മാറും. ശക്തി ആത്മാവിൽ വന്നാൽ അത് കൃപയായി വന്നിട്ട് നിത്യതയിലേക്ക് നമ്മളെ മഹത്വപ്പെടുത്തും. ശ്രുതിയുടെ ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ.
യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഞങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കുന്ന തമ്പുരാനെ, കൈകളടിച്ച്. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ഉറക്കെ പാടാം. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, എല്ലാവരും ചേർന്ന് കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോഴേ ദാറ്റ് ഈസ് സഫിഷ്യൻ്റ് എന്ന വാക്കാണ് പറഞ്ഞത്. അത് മതിയാകും എന്നാണ് പറഞ്ഞത്. കാര്യം കൃപയുടെ ഒരു പ്രത്യേകത, അത് ബേസിക്കായിട്ടത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് ഉണ്ടാവണത് എപ്പോഴും ദൈവമഹത്വം പ്രാപിക്കുമ്പോഴാണ് കൃപ ഉണ്ടാവണത്. എപ്പോഴാണ് കൃപ ഉണ്ടാവണത്? ദൈവം മഹത്വം പ്രാപിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ മക്കളിപ്പോൾ ഒരു ഗ്ലാസ് പച്ചവെള്ളം ഈശോയുടെ നാമത്തിൽ കൊടുക്കുമ്പോൾ നാമത്തിന് മഹത്വം ഉണ്ടാകും. ദൈവമഹത്വം പ്രാപിച്ച അപ്പം തന്നെ അത് കൺവേർട്ട് ചെയ്യണം, എന്താണ് റിലീസാകണം, എന്താണ് കൃപയായ മഹത്വം. ഈ കൃപ എന്ന് പറയുന്നത് പ്രസാദം തന്നെയാണ്, ദൈവത്തിൻ്റെ പ്രസാദം തന്നെയാണ്. പക്ഷേ അതിൻ്റെ സത്തയിൽ ആ സംഭവം ശക്തിയാണ് ദൈവം. അപ്പോൾ ആ കൃപ സഫിഷ്യൻ്റ് ആണെന്നാണ് ബൈബിൾ പറയണത്. സഫിഷ്യൻ്റ് എന്നാണ് പറയണത്? മതിയായിരിക്കുമെന്ന്. കാര്യം അത് കൃപ എന്ത് കാര്യത്തിനായാലും കൃപയുടെ ഫോം കിട്ടിയാൽ, ഇപ്പോൾ ക്രൂഡ് ഓയിൽ കിട്ടിയാൽ അത് സംസ്കരിച്ചെടുത്താൽ സോപ്പ് ഉണ്ടാക്കാം, തെർമോക്കോൾ ഉണ്ടാക്കാം. അതൊക്കെ ബൈ പ്രോഡക്ട്സാണ്. നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടല്ലോ, സോപ്പും തെർമോക്കോളും പോലെയാ ബൈ പ്രോഡക്ട്സാണ്. ആത്മാവ് ലഭിക്കുന്ന നിത്യമഹത്വത്തിന് ശേഷം വരണതാണ് IELTS, ജീവിക്കാനുള്ള മാർഗങ്ങളും, സ്ഥല വിൽപ്പന, റോഡ്. ഇപ്പോൾ ഒരു ചേച്ചി പറഞ്ഞില്ലേ, 10 അടി സ്ഥലം ഗുണ്ടായിസം കാണിച്ച് ചോദിച്ചതാ, ഞങ്ങൾ വിഷമിച്ച് പോയി, അനീതി ആയതുകൊണ്ട് ഞങ്ങൾ കർത്താവിനോട് പറഞ്ഞു. അപ്പോൾ കർത്താവ് അത് 1 അടിയായിട്ട് ചുരുക്കി തന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്താണെന്നറിയാവോ? അതായത് നമ്മുടെ ലീസ്റ്റ് വിഷയങ്ങൾക്ക് പോലും ദൈവം ശ്രദ്ധാലുവാണ്. ഇപ്പോൾ പത്രോസൊക്കെ പറയത്തില്ലേ, നിങ്ങളുടെ ഉത്കണ്ഠകൾ കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പോൾ ദൈവം ശ്രദ്ധാലുവാണെന്നുള്ള വിഷയം, ആ ശ്രദ്ധയ്ക്ക് ദൈവത്തിൻ്റെ ശ്രദ്ധയ്ക്ക് കൈയും കാലും കണ്ണും മൂക്കും വെച്ചിരിക്കുന്ന ആളായ്മയുടെ പേരാണ് പരിശുദ്ധ അമ്മ. അവിടെ നിന്ന് നിങ്ങളുടെ ഉത്കണ്ഠകളെ കർത്താവിനെ ഏൽപ്പിക്കാൻ പറഞ്ഞില്ലേ? ഇല്ലേ? 1 പത്രോസ് 5:7 എന്തുകൊണ്ടാണ് അങ്ങനെ ഏൽപ്പിക്കാൻ പറഞ്ഞത്? കാരണം അവിടുന്ന് അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പോഴാണ് അമ്മ ഒരു സാക്ഷ്യം കേട്ടില്ലേ, അത് എഴുതി വിട്ട് കഴിഞ്ഞപ്പോൾ അമ്മ 6 എന്ന് അടിച്ച് കാണിച്ചെന്ന് എൻ്റെ അന്തരംഗത്തിൽ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ, എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തോറ്റ പരീക്ഷയ്ക്ക് എനിക്ക് 6 മാർക്ക് കിട്ടിയത്. അവിടെയാണ് നിനക്ക് വിശക് വരാൻ സംഭവിക്കുന്നത്. പക്ഷേ ആ കുഞ്ഞിനൊരു കാര്യം മനസ്സിലായി. എന്നാ മനസ്സിലായത്? അമ്മ യാതാലും എൻ്റെ മാർക്ക് നോക്കിയിട്ടുണ്ടല്ലോ എന്ന്. എൻ്റെ മാർക്കിൻ്റെ പോരായ്മയിൽ അമ്മ ശ്രദ്ധാലുവാണല്ലോ. അതാണ് ആ സാക്ഷ്യത്തിൻ്റെ വിഷയം. അമ്മ എൻ്റെ കാര്യത്തിൽ എൻ്റെ 6 മാർക്കാണ് എന്നെ കാണിച്ചത്. 6 മാർക്കിൽ അമ്മ, അതായത് എൻ്റെ മാർക്ക് ലിസ്റ്റ് അമ്മ പരിശോധിച്ചല്ലോ. അത് മതിയല്ലോ. അതായത് ഞാൻ കണ്ടിരിക്കുന്നു, നീ വിഷമിക്കേണ്ട, അടുത്ത കാര്യം നിന്നെ ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ മൈന്യൂട്ട് കാര്യങ്ങളിൽ പോലും ദൈവം ശ്രദ്ധാലുവാണ്. ഈ ദൈവത്തിൻ്റെ ശ്രദ്ധയാണ് കണ്ണും മൂക്കും കൈയും കാലും വെച്ചുകൊണ്ടിരിക്കണത്, അമ്മയായി ഇരിക്കണത്. അതുകൊണ്ടാണ് അടുക്കളയിൽ നിന്നിട്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നത് ആ ശ്രദ്ധയുടെ ഭാഗമാണ്. ഇല്ലേ? കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോകുന്നത്, കുടത്തിൽ ഇരിക്കണ വീഞ്ഞ് കുറഞ്ഞ് വരണത് ആ ഇരുട്ടത്തെങ്ങ്, ഞാൻ ഓർക്കുന്നു, ഇരുട്ടത്തെങ്ങിന് കുടത്തിൻ്റെ അകത്ത്, പരണിയുടെ അകത്ത് ഇരുട്ട്, അടുക്കളയുടെ അകത്ത് ഇരുട്ട്, അതിൻ്റെ അകത്തിരിക്കണ ഈ വീഞ്ഞ് കുറഞ്ഞ് വരണത് അമ്മ ശ്രദ്ധാലുവാണ്. പക്ഷേ ഇനാക്റ്റീവായിട്ടുള്ള ഒരു ലിസണിങ് അല്ല, അറ്റൻഷൻ അല്ല. എന്താണ്? ആക്റ്റീവ് അറ്റൻഷനാണ്. അമ്മ ആക്റ്റീവ് അറ്റൻഷൻ എന്ന് വെച്ചാൽ
അവിടെ വീഞ്ഞ് കുറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവിക വീട്ടുകാരൻ്റെ കാര്യമല്ലേ എന്ന് വേണമെങ്കിൽ എടുത്തിട്ട് നമുക്ക് എന്നാ കാര്യം, വിരുന്നിന് വന്ന് നമുക്ക് എന്നാ അതിൻ്റെ അത് കാര്യം ഇടപെടാൻ എന്ന് വിചാരിച്ചുകൊണ്ട് ഇനാക്റ്റീവായിട്ടിരിക്കുക. വിരുന്നിന് വന്ന അടിയന്തരത്തിന് വിരുന്നിന് വന്ന് നമുക്ക് എന്നാ അതിൻ്റെ അത് കാര്യമാണ്. അത് കുറേ കൊടുക്കുക ചെയ്യണമെങ്കിൽ അവരവരുടെ രീതി കൈകാര്യം ചെയ്തോളൂ. നമ്മൾ പോയി തലയിടേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിൻ്റെ അമ്മ അങ്ങനെ ഇരിക്കത്തില്ല. അത് നിനക്കൊരു കുറവ് സംഭവിച്ചാൽ, അത് മാർക്ക് കുറഞ്ഞാലും ശരി, നിൻ്റെ ആരോഗ്യം കുറഞ്ഞാലും ശരി, എന്തെങ്കിലും കുറവ് നിനക്ക് സംഭവിച്ചാൽ അമ്മ അത് ശ്രദ്ധിക്കും. അതാണ് ഉടമ്പടിയിൽ ഇത്രയും വലിയ വിഷയം വരണത്. എന്തെങ്കിലും കുറവ് നിനക്ക് സംഭവിച്ചാൽ അമ്മ അത് ശ്രദ്ധിക്കും. അമ്മ ശ്രദ്ധിക്കുമെന്നുള്ള ശ്രദ്ധ നമുക്ക് വേണം. എൻ്റെ അമ്മ ഇതെല്ലാം ശ്രദ്ധിക്കാൻ എൻ്റെ കൂടെയുണ്ട്. അതിൽ ഒരു കൊച്ചു സാക്ഷ്യം പറഞ്ഞത്, ഞാൻ രണ്ടാമത് എഴുതാൻ പോയപ്പോൾ അമ്മയുടെ തൈലം തേച്ച് അമ്മയുടെ കാശുരൂപം അണിഞ്ഞു പോയെന്ന്. അത് സാക്ഷ്യം കേട്ടില്ലേ? സാക്ഷ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഉടമ്പടി ആദ്യം എടുക്കാൻ എന്നോട് പറയും, എൻ്റെ മക്കളെ അച്ഛൻ്റെ ക്ലാസ് സെക്കൻഡാണ്, ഫസ്റ്റ് നിങ്ങൾ സാക്ഷ്യം വീഡിയോ ശ്രദ്ധിക്കണം. കാര്യം എങ്ങനെ സംഭവിച്ചു എന്നാണ് വീഡിയോ പറയണത്, അവരെന്താ ചെയ്തത്. രണ്ടാമത് ചെന്നപ്പോൾ അവിടെ മനസ്സിൽ അന്തരംഗത്തിൽ അമ്മ പറഞ്ഞു കൊടുത്തു, അമ്മയെ അണിഞ്ഞുകൊണ്ട് പോകാൻ പറഞ്ഞു, അല്ലേ, വഹിച്ചു കൊണ്ട് പോകാൻ പറഞ്ഞു. കാശുരൂപം നെഞ്ചിലിട്ട്, അതൊരു ഹൈന്ദവ സഹോദരിയാണ് ചെയ്തിരിക്കണമെന്ന് ഓർക്കണം. യൂട്യൂബിൽ ആ സാക്ഷ്യം കിടക്കുന്നുണ്ട്. നെഞ്ചിൽ നെറ്റിയിൽ അമ്മയുടെ മരിയൻ ഓയിൽ തേച്ചാണ് പോണത്. എന്താണ്? ഓർമ്മയാണ്, നമ്മുടെ സ്നേഹമാണ്, നമ്മുടെ വിശ്വാസമാണ്. ഇങ്ങനെ നമ്മൾ പ്രകടിപ്പിക്കണതെല്ലാം എന്താണ്? നമ്മുടെ വിശ്വാസമാണ്. ഇപ്പം തൈലം നമ്മൾ തേക്കുന്നത്, എന്താ തേക്കണത്? തൈലമല്ല തേക്കണത്, നമ്മുടെ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതൊക്കെ അറിയണം കേട്ടോ. വിശ്വാസം. ഇപ്പം ഞാൻ ഒരു മുഴ ഡോക്ടർ പറഞ്ഞ് ഇത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നാ ചെയ്തത്? ആ മുഴയിൽ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്താ അങ്ങനെ ചെയ്യണത്? അതായത് അവിടെ പ്രാർത്ഥിക്കുകയല്ല ചെയ്യണത്, ആ മുഴയുടെ പുറത്തുള്ള ദൈവത്തിൻ്റെ അധികാരം എൻ്റെ വിശ്വാസം മൂലം ഞാൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്യണത്. വിശ്വാസം പ്രഖ്യാപിച്ചുള്ള ഗുണം എന്താണെന്നറിയാവോ? സൗഖ്യം അവകാശമാകും. വിശ്വാസം പ്രഖ്യാപിക്കുമ്പോഴേ കാര്യം യേശു കർത്താവാണെന്ന് നമ്മൾ അക്ഷരം കൊണ്ട് ഏറ്റുപറയും. അപ്പം മുഴയല്ല, രോഗമല്ല, കർത്താവെന്ന് നമ്മൾ പ്രഖ്യാപിക്കും. വിശ്വാസം എന്തിനുള്ളതാണ്? പ്രഖ്യാപിക്കാനുള്ളതാണ്. അത് പ്രാർത്ഥനയല്ല. ഇപ്പം നമ്മളൊരു മുഴ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാം. എന്താ കാര്യം ചെയ്യാമെന്ന് പറയാൻ കാര്യം? അച്ഛൻ എപ്പോഴും പറയും, ഉടമ്പടി ചെയ്തവർക്ക് ചെയ്യാൻ പാടുള്ളെന്ന് പറയും. ഇപ്പം നിങ്ങളുടെ ആ നാത്തൂൻ അസുഖമായി കിടക്കുകയാണ്, നിങ്ങൾക്ക് ചെയ്യാം. ഉടമ്പടി കൊടുത്തുവിടരുത്, നേർച്ച വസ്തുക്കളൊന്നും കൊടുത്തുവിടരുത്, പക്ഷെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ആ ഉടമ്പടിയോട് ദൈവത്തോട് കർക്കശമായി നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം നമ്മൾ ചെയ്യുമ്പോൾ പ്രഖ്യാപിക്കാൻ അവിടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഇന്നൊരു സാക്ഷ്യമുണ്ടായി. ആ സാക്ഷ്യം ഇതാണ്, അവരുടെ കുഴൽക്കിണർ ഇപ്പോൾ വെള്ളമില്ല. എന്ന് തൊട്ട് വെള്ളമില്ല, ഡിസംബർ അവസാനം മുതൽ കുഴൽക്കിണറിൽ വെള്ളമില്ല. ഇപ്പോൾ നേരത്തെ ഒരു കുഴൽക്കിണർ ഉണ്ടായിരുന്നു, അതും ഇതുപോലെ വേനൽക്കാലമായപ്പോൾ വറ്റിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ അവർ വേറെ ഒരു കുഴൽക്കിണർ കുഴിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ഇടുക്കിയിലേക്ക് കുഴൽക്കിണർ കുഴിക്കണമെങ്കിലുള്ള അവസ്ഥ എന്താ? 1400 അടി പോകണം ഈ സാധനം, ചിലപ്പോൾ 700 അടിയൊക്കെ പോകേണ്ടി വരും. അപ്പോൾ ആ കുഴൽക്കിണർ കുഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈവിൽ ആ സാക്ഷ്യം കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ ദിവസം ഉണ്ടായ സാക്ഷ്യമാണ്. ഇന്നെന്താഴ്ച? വ്യാഴാഴ്ച. അപ്പോൾ ചൊവ്വാഴ്ചത്തെ സാക്ഷ്യമാണ്. അപ്പോൾ കുഴൽക്കിണറിൽ ഇപ്പോൾ രണ്ടാമത് കുഴിച്ച കുഴൽക്കിണറിൽ വെള്ളം ഈ സമയത്തില്ല. ഏത് സമയത്ത്? ഫെബ്രുവരി മാർച്ചിലില്ല. അപ്പോൾ വെള്ളമില്ലല്ലോ, വെള്ളം കൂടി പൊട്ടിയില്ലേ. അപ്പോൾ അവരെന്താ വിചാരിച്ചു, ഇനി വേറെ ഒരു കുഴൽക്കിണർ കുഴിക്കാനുള്ള പ്ലാനൊക്കെ ആയി. അപ്പോൾ അവരിവിടെ വന്ന് ഉടമ്പടി ചെയ്തിട്ട് അവർക്ക് തോന്നി, ഉടമ്പടിയുടെ ഉപ്പില്ലേ, ഉടമ്പടിയിലെ ഉപ്പ് കൊണ്ടുപോയി ഇപ്പോൾ വെള്ളം പുതിയ കണക്കിണർ അടുത്ത ആഴ്ച കുഴിക്കാൻ ഇരിക്കുകയാണ്. അതിക്ക് മുമ്പ് അമ്മയോട് പറഞ്ഞു, അമ്മയെ വെള്ളം കൂടി മുട്ടിപ്പോയി എന്ന് പറഞ്ഞു. കാര്യം അറിയാമല്ലോ, മലമുകളിലേക്ക് വെള്ളം കൂടി മുട്ടിപ്പോയുള്ള അവസ്ഥ എന്താണ്? ഇനിയാണെങ്കിൽ 2 ലക്ഷം 2.5 ലക്ഷം രൂപ വേണം. ഇപ്പോൾ ഈ കർഷകരുടെ ഭയങ്കരമായ സാമ്പത്തിക ബാധ്യത നിൽക്കുന്ന സമയത്ത് ഇടുക്കിക്കാരൊക്കെ കാശ് വന്ന് കിട്ടാനാണ്. നല്ല ശരിക്കും പ്രയാസപ്പെടുന്നുണ്ട് അവർ. കാര്യം ഹൈ റേഞ്ചിൽ താമസിക്കുന്നവർ, ഉദ്യോഗമില്ലാത്തവരൊക്കെ ശരിക്കും പ്രയാസപ്പെടുന്നൊരു ടൈമാണ്. നമുക്ക് കർഷകരെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
നല്ലവനായ ഈശോ നമ്മൾ സാധ്യമില്ലാത്തവനെ ഈശോ എല്ലാം സാധ്യമായവനെ ഈശോ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധന അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ അവരുടെ മേൽ ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി അവർക്ക് ആവശ്യിക്കട്ടെ. എല്ലാ കാർഷിക മേഖലകളും അനുകൂലമായ കാലാവസ്ഥ വന്ന് കടങ്ങൾ പരിഹരിക്കപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി റേഞ്ചുകളിലെ മക്കളെ സമർപ്പിക്കുന്ന ദൈവമേ ആരാധന യേശുവേ ആരാധന 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 സ്നേഹമേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ വെള്ളം ഈ 400 അടി പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇവരെന്നാ ചെയ്തു വെച്ചാൽ ഈ കിണർ വറ്റിപ്പോയ വരണ്ട കിണർ ഉടമ്പടിയുടെ അകത്ത് കൊണ്ടുവന്ന് വെച്ച് ഉടമ്പടിയുടെ ഭാഗമാക്കി. അപ്പോൾ ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ ഞങ്ങളുടെ കിണർ വറ്റിപ്പോയി, വെള്ളമില്ല എന്ന് പറഞ്ഞു. തീരദേശത്തുള്ളവർക്ക് അത് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. കാര്യം തീരദേശത്ത് ചുമ്മാ ഒന്ന് മാന്തിയ വെള്ളം കിട്ടും. ഒരു 10 അടി അല്ലെങ്കിൽ 6 അടിയൊക്കെ താത്തിയ വെള്ളമുണ്ട് ഇവിടെ. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ 400 അടിയൊക്കെ താത്തണം. അവരെന്നാ ചെയ്യുന്നറിയാവോ? ഇപ്പോഴേ ഉപേക്ഷിക്കാൻ പോകുന്ന കുഴക്കിണറില്ലേ വെള്ളമില്ലാത്ത, അവിടെ കൊണ്ടുപോയി ഉടമ്പടി തിരി കത്തിച്ച് വെച്ച് എന്നിട്ട് എന്നാ ചെയ്ത് ഈ ഉടമ്പടി ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി ആ കുഴലിൻ്റെ തൊട്ടിട്ട് ഈ ലൈവിൽ ആ സാക്ഷ്യം നിങ്ങൾ കയറി നോക്കണം, നല്ലതായിരിക്കും. വിശ്വാസപ്രമാണം ചൊല്ലി വെള്ളമില്ലാത്ത 400 അടി താഴ്ചയ്ക്ക് കുഴലിലേക്ക് ഈ ഉപ്പെടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ഇടും. ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം നേരെ പൊങ്ങി വരും. മോട്ടർ അടിക്കുമ്പോൾ വെള്ളം കിട്ടും. അപ്പോൾ അവരുടെ അവസ്ഥയാണ് പറയണത്. അതായത് ഈ വിശ്വാസം എന്ന് പറയണതേ നമ്മൾ വളരെ ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന വിശ്വാസം എന്താണെന്നറിയാവോ? പാരമ്പര്യ വിശ്വാസമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. പാരമ്പര്യ വിശ്വാസം ബ്രഷപ്പ് ചെയ്തിട്ട് നമ്മളുടെ ഓൺ ഫെയ്ത്താക്കി മാറ്റണം. ഇപ്പം നമ്മുടെ പ്രമാണത്തെ അപ്പൻ്റെ പേരാന്ന് വിചാരിച്ചോ, അപ്പൻ്റെ കാലം കഴിഞ്ഞെന്ന് വെച്ചാൽ ബാങ്കുകാർ സമ്മതിക്കുമോ? നമ്മുടെ പ്രമാണത്തെ അപ്പൻ്റെ പേരാണ് ഉള്ളത്. അപ്പോൾ ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ ഇതാരാണ്? ഔസേപ്പ്, കിട്ടുണ്ണി ഔസേപ്പ്. ആരാണത്? ഇത് അപ്പൂപ്പനാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഭാഗോടമ്പടി ചെയ്ത് നിങ്ങളുടെ പേര് കൂട്ടില്ലേ? ഇല്ല. അപ്പോഴും നമുക്ക് ലോൺ തരത്തില്ല. അവർ നമ്മുടെ പേരിലാക്കാൻ പറയും. ഈ വിശ്വാസം നമ്മളിപ്പോൾ മാതാപിതാക്കന്മാർക്കെന്നല്ലേ നമുക്ക് കിട്ടിയിരിക്കണത്, ഇല്ലേ? ആ മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ വിശ്വാസം നിങ്ങൾ ഇതുപോലെ പ്രോജക്റ്റ് ചെയ്ത് സ്വന്തം പേരിലാക്കി കളയണം വിശ്വാസം. അവരുടെ പേരിൽ കിടന്നാൽ നമുക്കൊന്നും കിട്ടത്തില്ല. പറഞ്ഞ മനസ്സിലായ? ഇപ്പം നമ്മൾ മാതാപിതാക്കന്മാരിൽ നിന്നല്ലേ നമ്മൾ വിശ്വാസം വാങ്ങിച്ചത്, ഇല്ലേ? അപ്പോൾ ഇപ്പോഴും നമുക്ക് 55 വയസ്സുണ്ടെങ്കിൽ ഇപ്പോഴും അപ്പൻ്റെയും അമ്മയുടെയും കാലത്ത് നമ്മൾ നേടിയെടുത്ത ആ വിശ്വാസം മാത്രമേ ഉള്ളെങ്കിൽ അത് നമ്മുടെ സ്വന്തം വിശ്വാസമല്ല. വാട്ട് യു സേ, ഹും ഡു യു സേ ദാറ്റ് ഐ ആം? ഈശോ ചോദിക്കണില്ലേ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, നിൻ്റെ അപ്പൻ ഞാൻ ആരാണെന്നാണ് നിൻ്റെ അപ്പം പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെയാണ് ചോദ്യമെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം മത്തായിയുടെ 16:16 ഞാൻ ആരാണെന്നാണ് നിൻ്റെ അപ്പം പറയണമെന്നാണ് ഈശോ ചോദിച്ചിരുന്നെങ്കിൽ എൻ്റെ അപ്പം പറയണം നീ ക്രിസ്തു ആണെന്ന് പറയുന്നത്. അത് കുഴപ്പമില്ല. അങ്ങനെയല്ല ചോദിച്ചിരിക്കണത്. എന്നാ പറഞ്ഞിരിക്കണത്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയണത്. അപ്പം നമ്മളുടെ അനുഭവത്തിൽ നിന്ന് പറയണം. പറഞ്ഞ മനസ്സിലായ? ഈ കുഴക്കിണറിൽ എന്താ വെള്ളം വറ്റിപ്പോയത്? നമുക്ക് അനുഭവം ഉണ്ടാകാനാ. അപ്പോൾ അവരതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത്, വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്ത്, അപ്പോൾ അവർക്കത് നീതിയായിട്ട് എബ്രാഹാം വിശ്വസിച്ചു. 15:6 ഉൽപ്പത്തി പുസ്തകം. എബ്രാഹാം വിശ്വസിച്ചു, എബ്രാഹത്തിനത് നീതിയായി പരിഗണിച്ചു. ഇപ്പോൾ കുഴക്കടലിലേക്ക് വെള്ളം ഈശോൻ്റെ നാമത്തിൽ. ഉപ്പെന്ന് പറഞ്ഞാൽ എന്നാ? ഉപ്പൊരു അടയാളമാണ്, ഒരു മാധ്യമമാണത്. എന്തിൻ്റെ മാധ്യമമാണ്? ക്രേദോ, ഞാൻ വിശ്വസിക്കുന്നു എന്നതിൻ്റെ മാധ്യമമാണ്. നമ്മുടെ പ്രഖ്യാപനത്തിൻ്റെ മീഡിയം മാത്രമാണ്. ഉപ്പല്ല പ്രശ്നം അവിടെ. ഉപ്പൊരു അടയാളമാണ്. എന്തിൻ്റെ അടയാളമാണ്? ഞാൻ യേശുവാണ് കർത്താവ്. മറ്റ് വരണ്ട കുഴൽക്കിണറെന്ന് പറയണത് എൻ്റെ പിതാക്കന്മാർ മരുഭൂമി വെച്ച് മഞ്ഞ ഭക്ഷിച്ചതുപോലെയും പാറയിൽ ഉണ്ടാക്കിയ ജലത്തിൽ
വരണ്ട പാറയിൽ അടിച്ചപ്പോൾ വെള്ളം പുറത്തു വന്നതുപോലെ എൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിലും അവൻ്റെ ഏകജാതനിലും ഞാൻ വിശ്വസിക്കുന്നു. കൈ അടിച്ചു കിടത്താണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ വറ്റി വരണ്ട കിണർ നിറച്ച തമ്പുരാനെ, വിശ്വാസ തീവ്രതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. യേശുവേ, 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 യേശുവേ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. അപ്പോൾ ഉടമ്പടിയിലുള്ള ഉപ്പായാലും ഉടമ്പടിയുടെ തൈലമായാലും എന്തിനുള്ളതാ? നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള അടയാളങ്ങളാണത് എല്ലാം. അതുകൊണ്ടാണ് മുഴയെ തൊടുമ്പോൾ മുഴ അപ്രത്യക്ഷമാകണമെന്നല്ലേ പറയണത്. മുഴയുടെ അംശം പോലും ഇല്ലല്ലോ അവിടെ. പിന്നെ അത് അപ്രത്യക്ഷമാകണം. എങ്ങനെ അപ്രത്യക്ഷമാകണത്? മുഴയല്ല കർത്താവ്, ക്യാൻസർ അല്ല കർത്താവ്, യേശുവാണ് കർത്താവ് എന്ന് പറയും. അതാണ് റോമയെ നമ്മൾ വായിക്കണില്ലേ? സുധീര ഹല്ലേലൂയ 10:9 അല്ലേ? യേശു റോമ 10:9. ഈ റോമ 10:9 ഒക്കെ ഉണ്ടല്ല, എന്നാ എഴുതിയിരിക്കണത്? റോമ 10:9 എന്നാ? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ, അതായത് ക്രിസ്തുവിനെ പ്രാപിക്കും. നമ്മൾ പ്രാപിക്കണേ എന്താ? ക്രിസ്തുവിനെയാണ് ശരിക്കും. ഇപ്പം വെള്ളം പൊങ്ങി വന്നെന്ന് പറഞ്ഞില്ലേ? വെള്ളം പൊങ്ങി വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാപിക്കണ വെള്ളമല്ല, നമ്മൾ പ്രാപിക്കണ ആരെയാണ്? ക്രിസ്തുവിനെയാണ് പ്രാപിക്കണത്. ക്ലൈമറ്റ് അല്ല കർത്താവ്, കാലാവസ്ഥ അല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. എല്ലാത്തിനും ഇപ്പം യേശു കർത്താവാണെന്നുള്ള സംഭവമേ നമ്മളൊരു DTP ചെയ്ത് ചുമ്മാ എഴുതി വെക്കണം. യേശു കർത്താവാണ്, ചുമ്മാ അത്രയും മതി. DTP ചെയ്തിട്ട് നമ്മൾ സ്റ്റഡി റൂമിൽ എഴുതി വെക്കണം. എന്നിട്ട് അതിന്മേൽ നിങ്ങൾക്ക് വിശ്വാസ പ്രമാണം ചെല്ലണം. അപ്പോൾ ആ പവർ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? ഇപ്പം നിനക്ക് രോഗം വന്നു, നിൻ്റെ ആശുപത്രി മുറിയിലാണെങ്കിലും കട്ടിലാണെങ്കിലും യേശു കർത്താവാണ്. ഭയങ്കര വചനമാണ് യേശു കർത്താവാണെന്നുള്ളത്. അത് അതിന്മേൽ തൊട്ടാൽ പവർ അടിക്കും. പക്ഷെ അത് തുടരണം എങ്ങനെയാണ്? വിശ്വാസത്തിൻ്റെ വയറ് കൊണ്ടാണ് തൊടേണ്ടത്. വിശ്വാസം. ഈ വിശ്വാസം എന്ന് പറയണത് നമുക്കറിയാമല്ലോ, സാധാരണ കൈവയറുണ്ട്, കേബിളുണ്ട്, 11 kV ഉണ്ട്. ഈ വിശ്വാസത്തിൻ്റെ പവർ നമ്മൾ ഓരോരോ പ്രോജക്റ്റ് ചെയ്താണ് വലുതാക്കണത്. എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് ഇപ്പോൾ അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ചു നൽകുന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഓരോരുത്തർക്കും ഒരേ കാലം കൽപ്പിച്ച് നൽകുന്നു. ഇത് സ്വന്തം അനുഭവത്തിലൂടെ അവർ ദൈവത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. അപ്പൊ സ്വന്തം അനുഭവം ഉണ്ട്. അതായത് ഈ വചനം ഇപ്പോൾ വന്നത് എവിടുന്നാ? നടപടി പുസ്തകമാണ്, 17-ാം അധ്യായത്തിലാണ്. ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന നാഥനെ യേശു കർത്താവാണെന്ന് ഞങ്ങൾ എന്ന് പറഞ്ഞ് അവർക്ക് വിഭിന്ന കാലങ്ങളാൽ, അതായത് ഇത് നടപടി പുസ്തകത്തിൻ്റെ 17-ാം അധ്യായം 26, 27 തിരുവചനങ്ങളാണ്. ശ്രദ്ധിക്കേണ്ട വചനങ്ങളാണ്. എങ്ങനെയാണ് നമ്മളുടെ വിശ്വാസം പവർഫുള്ളാക്കുന്നതെന്ന് ഇതിലുണ്ട്. അതായത് നടപടി പുസ്തകം 17-ാം അധ്യായം 26, 27 തിരുവചനങ്ങൾ അച്ഛനോട് ചേർന്ന് പറയുക.
അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും. ഇപ്പൊ കാലം മാറുമ്പോ അന്വേഷണം തുടങ്ങണമെന്ന് അർത്ഥം അല്ലേ? കാലം മാറുമ്പോഴേ ജീവിതത്തിലെ കാലങ്ങൾ മാറത്തില്ലേ? അപ്പോഴെന്ത് ചെയ്യണമെന്നാണ് പറയണത്? അന്വേഷണം തുടങ്ങണം. ഇപ്പം ആരോഗ്യം കുറഞ്ഞു വരുമ്പോൾ രോഗത്തിൻ്റെ കാലമാണ്. സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ കടങ്ങളുടെ കാലമാണ് അല്ലേ? മറ്റുള്ളവർ സ്നേഹരാഗത്യം കാണിക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുന്ന കാലമാണ്. കാലം മാറി വരുമ്പോൾ ആരെ അന്വേഷിക്കണം? ദൈവത്തെ അന്വേഷിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ കാലം മാറുമ്പോഴേ നിന്നെ അന്വേഷിക്കുവാൻ എനിക്ക് വെളിവ് നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ഇതവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നത് നമ്മുടെ അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നത് പറഞ്ഞാൽ എന്താണ്? വിശ്വാസം നമ്മുടെ പേരിൽ കൂട്ടുന്നതിന് വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അപ്പൻ്റെ പേരിലിരുന്ന വിശ്വാസമാണ്. വിശ്വാസ പ്രമാണമില്ലേ? നമ്മൾ ചെല്ലണ വിശ്വാസ പ്രമാണമില്ലേ? ആ പ്രമാണം പോക്കുവരോ ചെയ്ത് തൻ്റെ പേര് നമ്മുടെ പേരിൽ പിടിക്കണമെന്നാണ് ഈ പറയണത്. വിശ്വാസ പ്രമാണമായിട്ടിരുന്നാൽ പറ്റത്തില്ല. അത് അപ്പൻ്റെ പേരിൽ നിന്ന് കിട്ടിയതാണ്. അത് പോക്കുവരവ് ചെയ്ത് എന്താണ്? കർത്താവുമായിട്ട് പോക്കുവരവ് ചെയ്യണം. പ്രാർത്ഥിച്ചും ഈ ഉപവസിച്ചും ഈ ഉടമ്പടി ചെയ്തൊക്കെ പോക്കുവരവാണ് ചെയ്യണത്. വിശ്വാസം നമ്മുടെ പേരിലാക്കി എടുക്കുകയാണ്. വിശ്വാസം നമ്മുടെ പേരിലാക്കി നമ്മളുടെ പേരിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേരിന് വിലയായി മാറും. കാര്യം പേരിലാക്കി കഴിഞ്ഞാൽ പേരിൻ്റെ കീഴിലായിരിക്കും പവർ ഉണ്ടാകണത്. പേരിൻ്റെ കീഴിലാണ് പവർ ഉണ്ടാകണത്. ഇപ്പം യേശുവിൻ്റെ പേരിൻ്റെ കീഴിലല്ലേ പവർ ഉണ്ടായത്? യേശു നേടിയെടുത്ത മുഴുവൻ ശക്തി ആക്ടിവേറ്റ് ചെയ്യുന്ന പാസ്വേഡ് എന്താണ്? ജീസസ്, നെയിം ഓഫ് ജീസസ് ആണ്. അത് പത്രോസിന് അതിൻ്റെ കാര്യങ്ങൾ അറിയാമായിരുന്നു. ഇപ്പോൾ പത്രോസിനോടൊരു മനുഷ്യൻ കൈ നീട്ടില്ലേ? 3:6 നടപടി പുസ്തകം. കൈ നീട്ടില്ലേ? കൈ നീട്ടി ആരാ കൈ നീട്ടിയത്? ഒരു മുടന്തൻ കൈ നീട്ടിയപ്പോഴേ പത്രോസ് ആക്ടിവേറ്റ് ചെയ്യണത് നെയിം ഓഫ് ജീസസ് ആണ്. പത്രോസിനോട് എന്തെങ്കിലും കിട്ടുമോയെന്ന് ഓർത്തുകൊണ്ട് കൈ നീട്ടുമ്പോൾ പറയും, എൻ്റെ കയ്യിൽ നീ വിചാരിക്കുന്ന സംഭവങ്ങൾ ഒന്നുമില്ല. പൊന്നില്ല, ദാറ്റ് മീൻസ് റോമൻ നാണയമില്ല. എൻ്റെ വെള്ളിയില്ല, ഇസ്രായേലിൻ്റെ നാണയമില്ല. പക്ഷേ എനിക്കൊരു സമ്പത്തുണ്ട്. ദാറ്റ് ഐ വിൽ ഗിവ് യു. ആരാണത്? എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, നീ എഴുന്നേറ്റ് നടക്കാൻ. ഉടനെ അവൻ എഴുന്നേറ്റ് നടന്നു. അതാണ് നാമം എന്ന് പറയണത്. ദൈവം നമ്മളും പ്രാപിക്കണത്, നമ്മൾ കൃപ പ്രാപിക്കുമ്പോൾ നമ്മളുടെ നാമത്തിൻ്റെ ആ കൃപ എപ്പോഴും ആക്ടിവേറ്റ് ആകണത് നമ്മളുടെ പേരിൻ്റെ പേരിലാണ്. ഇപ്പം നിൻ്റെ പേര് ത്രേസ്യയാണ്, എൻ്റെ പേര് ജോസഫാണ്. ജോസഫിൻ്റെ പേരിൽ ഒരു ശക്തി വരും. എങ്ങനെയാണ്? അത് യേശുവിൽ നിന്ന് നമ്മളെ വിശ്വസിച്ചും പ്രത്യാശിച്ചും സ്നേഹിച്ചും സമർപ്പിച്ചും നേടിയെടുക്കണ പവറാണത്. അതാണ് വിശ്വാസത്തിൻ്റെ ശക്തി. അതുകൊണ്ടാണ് ആ ശക്തി ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്, ഇതാ സർപ്പങ്ങളുടെ വിശ്വസിക്കുന്നതിൻ്റെ കൂടെ ഈ അടയാളം ഉണ്ടാകുമെന്ന് പറയത്തില്ലേ? വിശ്വസിക്കുന്ന കൂടെ ഇപ്പം മർക്കോസിൻ്റെ 16-17 വിശ്വസിക്കുന്നതിൻ്റെ കൂടെ ഈ അടയാളം ഉണ്ടാകുമെന്ന് പറയുമ്പോഴേ അതിൻ്റെ അർത്ഥം അടയാളമെന്നല്ല, വിശ്വസിക്കുന്നതിൻ്റെ കൂടെ ഈ ശക്തി ഉണ്ടായിരിക്കും. എന്താണ്? സർപ്പങ്ങളെ കയ്യിലെടുക്കും. ഇപ്പോൾ ഒരു ചേച്ചി പറഞ്ഞില്ലേ, 10 അടിയാണ് ചോദിച്ചത്, ഒരടിയെ തീർന്നെന്ന് പറഞ്ഞില്ലേ? ഇല്ലേ? സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായി എന്ത് കഴിച്ചാലും ഒരു ഉപദ്രവം ഉണ്ടാകത്തില്ലെന്നും. മാരകമായി, അതായത് വിശ്വസിക്കുന്നതിൻ്റെ പവറാണ്. അതുകൊണ്ടാണ് 10:19 ലൂക്ക പറയണത്. എന്നാ പറയണത്? ഇതാ സർപ്പങ്ങളുടെയും, ഒന്ന് പറഞ്ഞേ, തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കത്തില്ല. കൈ അടിച്ചു കിടത്താണ്.
ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഈശോ പറയണത് ചത്താലും പറയും. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വിഷയം, ഒരു ഉദ്യമം, കമ്പം കഴിഞ്ഞ് കാറ്റൂതി എന്ന് പറയുന്ന നാട്ടുകാർ പറയത്തില്ലേ, അതുപോലെ ആ വിഷയത്തിൻ്റെ ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയും. ഇനി അവിടെ എനർജി ഇൻവെസ്റ്റ് ചെയ്താൽ വേസ്റ്റായി പോയുള്ളെന്ന് പറയും. അങ്ങനെ ഈശോനോട് ഒരാൾ പറഞ്ഞു, ഇനി നമ്മുടെ എനർജി അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അത് വേസ്റ്റാണെന്ന് പറയും. അത് വേസ്റ്റാണെന്ന് പറയുമ്പോൾ ഈശോ എന്നാ പറയും? എല്ലാ വേസ്റ്റും നമുക്ക് നേരെ പുനരുദ്ധരിക്കാൻ പറ്റും. എന്താണ്? വിശ്വസിക്കുക മാത്രം ചെയ്യാൻ പറയും. ഇനി അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഇനി നമ്മുടെ എനർജി അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അത് വേസ്റ്റാണെന്ന് ഈശോനോട് ആരാ പറഞ്ഞത്? ജായിറൂസിൻ്റെ വീട്ടിൽ നിന്ന് വന്ന കക്ഷികളാണ് പറഞ്ഞത്. ജായിറൂസ് ആരാ? സിനഗോഗ് അധികാരിയാണ്. സിനഗോഗ് അധികാരിക്ക് എന്നാ സംഭവിച്ചത്? അയാളുടെ മകള് രോഗബാധിതയായി മരിച്ചുപോയി. അപ്പോൾ ഈശോ ആ മരിച്ചു പോയെന്നറിയാതെ അപ്പോസ്തലന്മാർ പോയി. ഈശോക്കറിയാൻ മരിച്ചു പോയെന്നുള്ളത്, കൂടെ വന്ന ആൾക്കറിയത്തില്ല, മരിച്ചു പോയെന്ന് അറിയത്തില്ല. പക്ഷേ എതിരെ വന്ന ആൾക്കാർ പറഞ്ഞു, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, കുട്ടി മരിച്ചു പോയെന്ന് പറഞ്ഞു. ഇല്ലേ? 8:50 ലുക്കാൻ്റെ സുവിശേഷം, വിശുദ്ധ ലുക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 50-ാം വാക്യം. ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, കുട്ടി മരിച്ചുപോയി. അപ്പോൾ ഈശോ എന്നാ പറയണത്? അതായത് ഇനി എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ട, വേസ്റ്റാണ്. അല്ല എൻ്റെ അർത്ഥം? ഇനി എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ട, വേസ്റ്റാണ്. ഇപ്പം 42 കൊല്ലമായിട്ട് മദ്യപിക്കുന്ന ആളുണ്ട്. ഒരു സാക്ഷ്യം ഈ ദിവസങ്ങൾ വന്നില്ലേ? എന്നാ സാക്ഷ്യം വന്നിരിക്കുന്നത്? 42 കൊല്ലം പുകവലിക്കുന്ന ആളാണ്. അമ്മായിയപ്പനാ. മരുമകൾക്ക് ഭയങ്കര സങ്കടം. എന്താ കാര്യം? ഒരു ചോരക്കുഞ്ഞുണ്ട്. അപ്പം അമ്മായിപ്പൻ പുകവലിക്കുന്നേ ഉള്ളൂ, പക്ഷെ നല്ല സ്വഭാവക്കാരനാണ്. അപ്പം കുഞ്ഞെന്ന് പറയുമ്പോൾ അപ്പം പുറത്ത് പോയി വലിച്ചോളൂ. പക്ഷേ രാത്രിയാകുമ്പോൾ പിന്നെയും പ്രശ്നമാണ്. രാത്രി എപ്പോഴും പുറത്തോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം ആ പുക തങ്ങി നിന്നിട്ട് കുഞ്ഞ് ചുമക്കാൻ തുടങ്ങുന്നുണ്ട്, ഇല്ലേ? അപ്പം അതുകൊണ്ട് മരുമോള് അറിയാണ്ട് വന്ന് ഉടമ്പടി ചെയ്തിട്ട് അമ്മയോട് പറഞ്ഞു. ചിലപ്പോൾ അമ്മായിയമ്മയും പറഞ്ഞു തരുന്ന നാട്ടുകാരും പറഞ്ഞു കാര്യം, ഇനി അവിടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ട, വേസ്റ്റാണ്. കാര്യം എന്താണ്? 42 കൊല്ലം പുകവലിച്ച ആൾ ഈ അവസാന കാലത്തിൽ എന്നാ മാറാനാ? അതാണ് പ്രശ്നം. 42 കൊല്ലം പുകവലിച്ച ആൾ ഈ അവസാന കാലത്തിന് എന്നാ മാറാനാ? ഇനി എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ട, വേസ്റ്റാണ്. അതാണ് ലൂക്ക 8:50. നമുക്ക് അങ്ങനെ പല ആൾക്കാരുണ്ടാകും. ചിലപ്പോൾ കൊട്ടേഷൻ പാർട്ടി ആയിരിക്കും മകൻ, ചിലപ്പോൾ കഞ്ചാവായിരിക്കും, 4 പ്രാവശ്യം ജയിലിൽ കിടന്ന ആളായിരിക്കും. എവിടെ പോയി? നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ പോയി, മകന് വേണ്ടിയാ, പണിയാൻ. ഇതൊക്കെ വേറെ പണിയൊന്നുമില്ലേ? ഇനി അവിടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അവൻ പോക്കാണ്. ഇനി അവിടെ നമ്മൾ വിശ്വസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, വേറെ വല്ല നല്ല കാര്യം ചെയ്യാൻ നോക്കാൻ പറയും. അതാണ് പറയണത്. ഇനി അവിടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അവൻ പോക്കാണ്. അതാണ് ജൈറൂസിൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ പറയണത്. എന്താണ്? ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, കുട്ടി മരിച്ചു കഴിഞ്ഞു. അനീശോ പറഞ്ഞ മറുപടി എന്താ? ദൈവം മനുഷ്യനോട് പറയുന്ന മറുപടി എന്താണ്? മനുഷ്യൻ പറയുന്നു, ഇനി അവിടെ നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധിക്കോ ശക്തിക്കോ സ്വാധീനത്തിനോ പാരമ്പര്യത്തിനോ അറിവിനോ ഒന്നും ഇനി ചെയ്യാൻ പറ്റത്തില്ല, അവിടെ നിസ്സഹായമാണെന്ന് പറയുമ്പോൾ ദൈവം മനുഷ്യൻ്റെ നിസ്സഹായതയുടെ മുഖത്ത് നോക്കിയിട്ട് ഈശോ പറഞ്ഞ വാക്കെന്താണ്? വിശ്വസിക്കുക മാത്രം ചെയ്യുക. കൈയടിച്ച് കർത്താവില്ല വിശ്വസിക്കുന്നവർക്ക് അങ്ങ് കാവലായിരിക്കുന്ന തമ്പുരാനെ, തലമുറകളായി വിശ്വാസത്തിൽ മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ, വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താൽ എല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിൽ ജയം എനിക്കുണ്ട്, ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിൽ ജയം എനിക്കുണ്ട്. അപ്പോൾ അതായത് ഇങ്ങനെ ഒത്തിരിയേറെ നമ്മൾ വർക്ക് ചെയ്തിട്ടും പരാജയപ്പെട്ട ചില പ്രോജക്റ്റുകളില്ലേ, ചില പദ്ധതികളില്ലേ, ഈ പദ്ധതികളിൽ നമ്മൾ വീണ്ടും വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, വീണ്ടും വിശ്വാസം നിക്ഷേപിക്കുകയാണെങ്കിൽ, വീണ്ടും അങ്ങനെയുള്ള പരാജയപ്പെട്ട, ഇപ്പം
ഈ ഉടമ്പടി കഴിഞ്ഞ് ചെന്നിട്ട് എന്നാ ആ വീട്ടിൽ സംഭവിച്ചത്? രാമങ്കരിയിലെ കേസാണ്. എന്നാ സംഭവിച്ചത്? കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മരുമോൾ അമ്മായിയമ്മയോട് ചോദിച്ചു. അമ്മ അവർ തമ്മിൽ വലിയ ഗുലാനാ. അമ്മ അപ്പ ഇപ്പോൾ ചുമക്കണില്ലല്ലോ. അപ്പോൾ എന്താണ് അമ്മായിമ്മ പറഞ്ഞത്? എടി അപ്പ ഇപ്പം ചുമക്കണമല്ല, അപ്പ നവംബർ 23 ചുമ നിർത്തിയതാ. അപ്പോൾ ഇവിടെ അടുക്കളയിൽ ഇരുന്ന് കരഞ്ഞ്. എന്താ? നവംബർ 23 അമ്മയോട് പറഞ്ഞത് അപ്പയുടെ കാര്യം. വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. മർക്കോസിൻ്റെ 9:23 ആ വാക്ക് അളന്നും തൂക്കി ഒന്ന് പറഞ്ഞു നോക്കിക്കേ. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ആ വാക്കെല്ലാം അളന്നു തൂക്കിയാണ്. അതായത് ഒരു വിഷയം, ചില വിഷയങ്ങൾ സാധിക്കുന്നതിന് നമ്മളുടെ പാരമ്പര്യ വിശ്വാസം പോരാണ്ട് വരും. അതുകൊണ്ട് ഈശോ പറയും വിശ്വാസം നിൻ്റെ പേരിലാക്കാൻ പറയും. പിടികിട്ടിയോ? അപ്പൻ്റെ വിശ്വാസം അമ്മയുടെ വിശ്വാസമാണ് നിൻ്റെ കയ്യിലിരിക്കണത്. അത് നിൻ്റെ പേരിലാക്കാൻ പറയും. നിൻ്റെ പേരിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിൻ്റെ അനുഭവം വരണം. നിനക്ക് അനുഭവം വരണമെങ്കിൽ എന്ത് ചെയ്യണം? നിൻ്റെ കാലം മാറണം. മനസ്സിലായില്ലേ? അപ്പം ഈ കാലം ആരാ മാറ്റണത്? എന്നെങ്കിലും ഒരു കാലമാണ് നഷ്ടമാ. നമ്മുടെ കാലം മാറുമ്പോൾ നടപടി 17:27 നമ്മൾ വായിച്ചത് എന്താണ്? ദൈവത്തെ നമ്മൾ അന്വേഷിക്കണമെന്നാണ്. ഇല്ലേ? കാലം മാറുമ്പോൾ ആരന്വേഷിക്കണം? ദൈവത്തെ അന്വേഷിക്കണം. ഇന്നലെ ഒരു ഉദ്യോഗസ്ഥർ ഇവിടെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നു. വലിയ കുഴപ്പമൊന്നുമില്ല പോയ ആളാ. ഇപ്പോൾ എവിടെയൊക്കെ കൊണ്ട് ചെറിയ ബിസിനസ്സൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് എല്ലാം പൊട്ടി ആപ്പാടെ കടങ്ങൾ കയറി പലിശക്കെടുത്ത് പലിശ പെരുകി പിന്നെ ഇപ്പോൾ കൂടുതലായി. അപ്പോൾ അദ്ദേഹം പോകാൻ നേരത്തെ എന്നോടൊരു കാര്യം പറഞ്ഞു. എനിക്ക് 2-3 കൊല്ലം മുമ്പ് ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയപ്പോഴേ ഈ ബിസിനസ്സൊക്കെ തുടങ്ങാൻ വേണ്ടി ഞാൻ ചില ജ്യോത്സ്യന്മാരെടുത്ത് പോയായിരുന്നു. കത്തോലിക്കരാടേ. അതാണ് പ്രശ്നം. അപ്പോൾ അവൻ്റെ ഗ്രാവിറ്റി, ആ തെറ്റിൻ്റെ ഗ്രാവിറ്റി ഡബിളാണത്. എന്താ കാര്യം? നിൻ്റെ കർത്താവായ ദൈവം ഇത് അവസാനം വരെ ഈ നിയമം തുടരുകയാണ്. അവസാനം വരെ അതായത് 1-ാം പ്രമാണം ലംഘിച്ച് പോയാൽ പിന്നെ കുർബാനയ്ക്ക് നിങ്ങൾ വന്നിട്ട് കാര്യമില്ല. കാര്യം എന്താ? കുർബാന ദൈവസാന്നിധ്യം നമ്മളിൽ നിറക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ ഉടമ്പടിയാണ്. എന്നെ ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. കൈയടിച്ച് കർത്താൻ കരുണാമയനെ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്ന് വ്യക്തമാക്കുന്ന ദൈവമേ, ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. ഞാൻ ജീവിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? 1-ാം പ്രമാണം ലംഘിച്ചാൽ പിന്നെ കുർബാനയ്ക്ക് വന്നിട്ട് പള്ളിപ്പറമ്പിൽ പോലും കയറരുത്. 1-ാം പ്രമാണം എങ്ങാനും ലംഘിച്ചാൽ പിന്നെ പള്ളിപ്പറമ്പിൽ പോലും വരരുത്. കർത്താവ് വസിക്കുന്ന ഇടമാണത്. എന്താ കാര്യം എന്നറിയാവോ? ഈ കുർബാനയെ എന്തിന് സ്ഥാപിച്ചെന്നാണ് പറഞ്ഞത്? അവൻ്റെ സാന്നിധ്യം നമ്മളിൽ കുടികൊള്ളാൻ വേണ്ടി സ്ഥാപിച്ചതാണ്. അത് എപ്പോഴവരെയാണ് കുടികൊള്ളാൻ ഉദ്ദേശിക്കുന്നത്? അൺ ടു ദി ലാസ്റ്റ്, അന്ത്യം വരെ. ഐ വിൽ വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. അന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് കൈയിടിച്ച് കിടന്നാൽ ഹല്ലേലൂയ. ഈ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് പറഞ്ഞത് നോ ഓപ്ഷൻ പ്ലേസ് എന്ന് പറയും. ഐ വിൽ കം വിത്ത് യു അന്നല്ലേ പറഞ്ഞത്? മോസസിനോടും പറഞ്ഞത് എന്താണ്? ഉടമ്പടി പ്രകാരം മോസസിനോട് പറഞ്ഞത് എന്താണ്? ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. ജെറിക്കോ കോട്ടയായാലും ശരി, ജോർദാൻ നദിയായാലും ശരി, ഐ വിൽ കം വിത്ത് യു. പുറപ്പാട് 33:14 ഞാൻ നിങ്ങളുടെ കൂടെ വരും. ഈ ഞാൻ നിങ്ങളുടെ കൂടെ വരും എന്ന് പറഞ്ഞിട്ട് മോസസിനോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്,
എന്താ? ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത് പെരിസയര്, ജബൂസ്യര്, ഫിലിസ്ത്യര് എന്നിവരെല്ലാം കൈകേറിയിരിക്കുന്ന നിന്റെ പിതാക്കന്മാരുടെ ഭൂമി നിനക്ക് വേണ്ടി വാങ്ങിത്തരാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ദൈവം ഇറങ്ങി വരിക മാത്രമല്ല ചെയ്തത്, ഞാൻ ഇറങ്ങി വരിക മാത്രമല്ല ചെയ്തത്, നിന്റെ കൂടെ സഞ്ചരിക്കും. എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ സഞ്ചരിക്കും. ബട്ട് വാട്ട് ഓപ്ഷൻ? എന്താണ്? നിനക്ക് മുമ്പിൽ ഒരു തിരഞ്ഞെടുപ്പേ ഉള്ളൂ. നിന്റെ കർത്താവ് ദൈവം എന്നും കൊന്നും ഞാൻ തന്നെയായിരിക്കണം. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് നീ വേറെ ആരെയും കാണരുത്. അതാണ് ദൈവസാന്നിധ്യം വിട്ടുപോകണത് പറയണത്. ദൈവസാന്നിധ്യം കുറേ ആൾക്കാരിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. കർത്താവ് വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. ആരാണത്? സാംസൺ. ദലീല അവൻ്റെ മടിയിൽ കിടക്കുകയായിരുന്നു. ദലീലയുമായി അവന് പ്രണയബന്ധമായി കഴിഞ്ഞപ്പോൾ, ദലീലയുടെ വിശ്വാസം അവൻ്റെ വിശ്വാസത്തിനെതിരായി വന്നപ്പോൾ, അവൻ ദൈവത്തെ മറന്നപ്പോൾ, വിശ്വാസത്തിന് വിരുദ്ധമായ ബന്ധങ്ങളിൽ അവൻ അകപ്പെട്ടപ്പോൾ, അവൻ്റെ ആത്മാവ് പണയം വെച്ചപ്പോൾ, ഒരു സ്ത്രീയുടെ മുമ്പിലോ പുരുഷൻ്റെ മുമ്പിലോ നിന്റെ വിശ്വാസം പണയം വെച്ചാൽ സാംസന് സംഭവിച്ച ദുരന്തം നിനക്ക് സംഭവിക്കും. എന്താണ് ആ ദുരന്തം? കർത്താവ് വിട്ടുപോണത് നീ അറിയത്തില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ സ്വത്ത്. കൈ അടിച്ചു കിടത്താണ്. ദൈവമേ, അങ്ങേ സാന്നിധ്യം അന്ത്യം വരെ ഞങ്ങളിൽ കുടികൊള്ളുവാൻ വിശുദ്ധ കുർബാനയായി കൂടെ വസിക്കുന്നവനെ അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്തിൽ നിന്നും വിട്ടുപോകുവാൻ ഞങ്ങളെ ഒരിക്കലും അനുവദിക്കരുതേ. യേശുവേ, 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായി ഞങ്ങളോട് എന്നും വസിക്കുന്ന തമ്പുരാനേ, അങ്ങേക്ക് എന്നുമുള്ളത്. യേശു വല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവൻ്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവൻ്റെ നാമം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തെക്കുറിച്ചാണ് ഈശോ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ദൈവ സാന്നിധ്യത്തിൻ്റെ നിബന്ധനയാണ്. നമ്മൾ ഒന്നാം പ്രമാണം എന്ന് പറയത്തില്ലേ? ഒന്നാം പ്രമാണം എന്തുകൊണ്ട് പാപമാകുന്നുവെന്ന് നമ്മൾ അറിയണം. എന്തുകൊണ്ടാണ്? അത് പ്രസൻസ് നമ്മളിൽ നിന്ന് കളയും. ഒന്നാം പ്രമാണം വന്നത് എങ്ങനെയാണ്? പ്രസൻസ് ഗ്യാരണ്ടി ചെയ്യുമ്പോഴാണ്. എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാകും, പക്ഷേ ഒരു നിബന്ധന കൊണ്ട്, നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു. ദിവ്യകുർബാനയും സാന്നിധ്യമാണ്. ഈ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ദിവ്യകാരുണ്യമായി ഉണ്ടാകുന്നതിന് മുമ്പ് കർത്താവ് കച്ചയെടുത്ത് ചുറ്റി. എന്തിൻ്റെ കച്ചയാണ് ചുറ്റിയത്? കൽപ്പനകളുടെ കച്ചയാണ് ചുറ്റിയത്. നമ്മൾ സർവീസ് എന്ന് പറയും, അത് സത്യമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞ വാക്കെന്താണ്? കാല് കഴുകിക്കളഞ്ഞിട്ട്, കാല് കഴുകിയിട്ട് ഈശോ പറഞ്ഞ വാക്കെന്താണ്? യോഹന്നാൻ 13:13, നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. അല്ലേ? അതല്ലേ പറഞ്ഞത്? അത് ശരി തന്നെ. നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, അത് ശരി തന്നെ. അത് ശരി തന്നെയെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? പണ്ട് പറഞ്ഞില്ലേ മോസസിനോട്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. അതാണ് കൽപ്പനയാവുന്നത്. എന്തിനാ? ഐക്യത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ കുദാശയ്ക്ക് മുമ്പ് വീണ്ടും നിൻ്റെ വിശ്വാസത്തെ ദൈവം ഊട്ടിയുറപ്പിക്കാൻ നോക്കുന്നുണ്ട്. നീ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, അത് ശരി തന്നെ. നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. അതാണ് ഒന്നാം പ്രമാണം ലംഘിച്ച അപ്പോൾ സാത്താൻ പോയി. എന്തിനെങ്കിലും കാര്യം, ഏതെങ്കിലും വിഷയത്തിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ ഒന്നെങ്കിൽ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും, അല്ലെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോകും. അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ സാത്താൻ പ്രവേശിച്ചു. ഭർത്താവ് ഇരിക്കേണ്ട പാട്ട് ഭർത്താവ് ഇരുന്നില്ലെങ്കിൽ പട്ടി കയറിയിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. ദൈവം ഇരിക്കേണ്ട സ്ഥാനത്ത് ദൈവം ഇരുന്നില്ലെങ്കിൽ സാത്താൻ കയറിയിരിക്കും, അല്ല ബ്ലാങ്ക് ആകത്തില്ല. അത് യുദാസിനെ പറ്റിയത് അതാണ്. ഒന്നാം സ്ഥാനം അവന് പടത്തിന് കൊടുത്തു. അവന് ഗുരുവിനെ പോലും ചതിച്ച് കൊല്ലാൻ വേണ്ടി മാത്രം അവന് ദ്രവ്യാഗ്രഹം ഉണ്ടായി. അതുകൊണ്ടാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അവൻ പോയത്. അവൻ പോയി കഴിഞ്ഞാണ് കർത്താവ് കുർബാന സ്ഥാപിച്ചത്. ദൈവമേതലേ, ഒന്നെങ്കിൽ ഒന്നാം പ്രമാണം ലംഘിച്ചാൽ
ദൈവം നിലനിന്ന് പോകും. രണ്ടിലൊന്ന് സംഭവിക്കും. അല്ലെങ്കിൽ നീ ദൈവ തിരുസന്നിധിയിൽ നിന്ന് പോകും. എന്താണ് സംഭവിക്കണമെന്നുണ്ട് ആത്മശോധന ചെയ്യേണ്ടതാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉറപ്പിക്കണമേ. ഞങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞങ്ങളുടെ ഹല്ലേലൂയ, ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കണമേ തമ്പുരാനേ. സമയം സമാഗതമായി യേശുവേ, യേശുവേ. സകലരും അനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഹൃതനായവൻ വിളിച്ചിടുന്നു. ആഹൃതനായവൻ വിളിച്ചിടുന്നു. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കർത്താവ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച വിഷയങ്ങളുടെ മേലെ വലിയ ധ്യാനം ചെയ്യുക. കർത്താവ് സംസാരിച്ചത് മൂല്യവർദ്ധിതമായ ആധ്യാത്മികതയെക്കുറിച്ചാണ്. എന്താണ് സംസാരിച്ചത്? നിൻ്റെ വിശ്വാസം ഷാർപ്പാക്കുകയും അതിൻ്റെ വിഷയം ദൈവം മാത്രമാക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ ഫെയ്ത്ത് ഫോക്കസ് ആകും. അപ്പോൾ നീ ശക്തി പ്രാപിക്കും. കർത്താവേ, ഓരോ ജീവിതകാല അനുഭവങ്ങൾ, പ്രതികൂല അനുഭവങ്ങളെ അങ്ങയോടുള്ള വിശ്വാസത്താൽ ഞാൻ സമീപിക്കുമ്പോൾ ആ വിശ്വാസ പ്രവർത്തനങ്ങളിലൂടെ നിന്നെ കൂടുതൽ അനുഭവിച്ചുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ എനിക്ക് കിട്ടുന്ന ബോധ്യം കൊണ്ട് ഞാൻ ദൈവത്തിരുസന്നിധിയിൽ സ്വന്തമായ വിശ്വാസമുള്ളവനായി ഉള്ളവളായി മാറും. അതുവഴി എൻ്റെ മൂല്യം വർദ്ധിക്കും. നിൻ്റെ തിരുസന്നിധിയിൽ ലുക്ക 10:21 അനുസരിച്ചുകൊണ്ട് എൻ്റെ സമ്പന്നത വർദ്ധിപ്പിക്കാം. എൻ്റെ മൂല്യം വർദ്ധിപ്പിച്ചാൽ നിൻ്റെ മുമ്പിൽ എൻ്റെ വാക്കിന് വിലയുണ്ടാകും. എൻ്റെ വാക്കിന് വിലയെന്ന് പറയണത് എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുതാപിയെ സ്തുതിയുടെ ഹല്ലേലൂയ. ഞങ്ങളുടെ ഗുരുവും കർത്താവും അനുതാപിയെ ഊട്ടി ഉറപ്പിക്കണം. ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഹൃതനായവൻ വിളിച്ചിടുന്നു. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഹൃതനായവൻ വിളിച്ചിടുന്നു. ആഹൃതനായവൻ വിളിച്ചിടുന്നു. കർത്താവായ യേശുവേ, അറിഞ്ഞോ അറിയാതെയോ വ്യക്തികൾക്കോ പണത്തിനോ ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് നിന്നേക്കാൾ പ്രാധാന്യം നൽകിക്കൊണ്ട് നിന്നെ ഒറ്റിക്കൊടുക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്തിട്ടുണ്ട്. അതുമൂലം നിനക്ക് എന്നിൽ പ്രവേശിക്കാൻ കഴിയാതെ വന്നിട്ടുണ്ട്. എനിക്ക് നിൻ്റെ മുമ്പിൽ നിന്ന് പോകേണ്ടിയും വന്നിട്ടുണ്ട്. കർത്താവേ, നിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന് സങ്കീർത്തനം 51:11 ദാവീദ് പ്രാർത്ഥിച്ചു. അനുതാപത്തിൻ്റെ ആ സങ്കീർത്തനം കഴിഞ്ഞ കാലങ്ങളിലെ
ഞങ്ങളുടെ ജീവിതത്തിലെ ഭക്തിക്കോ പ്രാർത്ഥനയ്ക്കോ പരസ്നേഹ പ്രവൃത്തികൾക്കോ സ്ഥാനം കൊടുക്കാതെ അങ്ങയെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പാകണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിന്നും പോകേണ്ടി വന്ന നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു ദൈവമേ. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു ദൈവമേ. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ആത്മാവിനെയും വിശ്വാസത്തെയും നഷ്ടപ്പെടുത്തുന്ന പ്രണയബന്ധങ്ങൾ അങ്ങയെ തള്ളിപ്പറഞ്ഞ ഇടമായി മാറി. കണ്ണിൻ്റെ ദുരാശ. 1 യോഹന്നാൻ 2:17 കണ്ണിൻ്റെ ദുരാശ, ശരീരത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇതൊന്നും ദൈവത്തിൻ്റെതല്ല, ലോകത്തിൻ്റെതാണ്. ലോകം കടന്നു പോകും, അതിൻ്റെ മോഹങ്ങളും. ഓ ദിവ്യകാരുണ്യമേ, കടന്നു പോകുന്ന ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് നിന്നേക്കാളും എൻ്റെ ആത്മാവിനേക്കാളും പ്രാധാന്യം കൊടുത്തുപോയ എല്ലാ നിമിഷങ്ങളെ ഓർത്ത് കൈപ്പോടെ കർത്താവെ അനുതാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിജാത്യർക്ക് ദൈവം ജീവപ്രാപ്തിക്കുള്ള അനുതാപം നൽകിയെന്ന് നടപടി പുസ്തകത്തിലെ 11:18 ഞങ്ങൾ വായിച്ചറിയുന്നു. കർത്താവെ, ജീവൻ നൽകുന്ന അനുതാപത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഈ നോൻപ് കാലത്തിൻ്റെ ആരാധനയിലെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ആത്മാവിനെ മറന്ന നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു ദൈവമേ. കരുണ തോന്നണേ എന്നിൽ, അലിവ് തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു കടന്നു പോകുന്ന ലോകത്തിന്റെ മോഹങ്ങളുടെ മുൻപിൽ നല്ലവനായിശയെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന വാശി, വൈരാഗ്യം, പക, വിട്ടുകൊടുക്കാത്ത അവസ്ഥകൾ, പിടിവാശികൾ, ഒതുങ്ങാത്ത സ്വഭാവം, അതുമൂലം ഉണ്ടാകുന്ന കുടുംബ തകർച്ച, പരസ്പരമുള്ള അനുരഞ്ജനമില്ലായ്മ, കർത്താവെ, എല്ലാം കൊണ്ട് ദൈവത്തോടടുക്കാൻ ശ്രമിക്കുമ്പോഴും ആത്മാവിൽ നിന്നും മനുഷ്യനും തമ്മിൽ അകന്ന് ദൈവത്തെക്കാൾ ഉപരി, ദൈവത്തിൻ്റെ വചനത്തെക്കാൾ ഉപരി എൻ്റെ വാക്ക്, എൻ്റെ നിലപാട് എന്ന് പറഞ്ഞ് പിടിവാശിയുടെ മുറുകെ പിടിക്കുമ്പോൾ വിണ്ടുകീറിയ കുടുംബങ്ങളിലെ അനാഥമാകുന്ന കുട്ടികളുടെ ഓർത്ത് കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുതാപത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ കർത്താവെ അനുഗ്രഹം അവർക്ക് നൽകണമേ. കുടുംബങ്ങളിലെ ഐക്യപ്പെടുത്തണമേ. വിശ്വാസത്തെ പ്രതി, ദൈവത്തെ പ്രതി, ദൈവവചനത്തെ പ്രതി ഐക്യപ്പെടുത്തണമേ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണ തോന്നണേ എന്നിൽ, നിമിഷങ്ങളെ അലിവ് തോന്നണേ.
തമ്പുരാനെ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്കുക. ഭക്തിയോടെ എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അതിനുശേഷം ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസന പ്രാർത്ഥന ഈശോയുടെ നാമത്തിൽ. സന്തോഷമായി ഇരിക്കണ്ട, മനസ്സിൽ സന്തോഷമായിരിക്കുക. അതായത് ഇപ്പോഴേ ഈശോ സുഖപ്പെടുത്തുന്ന രോഗികളാണ്. ഉദരത്തിൻ്റെ ഇടതുവശത്ത്, ഊടിൻ്റെ നേരെ ഇടതുവശത്ത് ഉള്ളിലിരുന്ന് സൂചിക്ക് കുത്തണ പോലെയും പഴുക്കണ പോലെയും, ഒരു സൂചിക്കുത്ത് പോലെയല്ല, നമ്മൾ തള്ളവിരൽ കൊണ്ട് നിൽക്കണ അത്രയും സ്ഥലങ്ങൾ വേദനിച്ചിരിക്കുന്നുണ്ട്. അത് നീരാകാം, പഴുപ്പാകാം, വേറെ അവയവങ്ങളുടെ കേടാകാം. എന്തായാലും ആ മോളെ ഈശോ ഇപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, അങ്ങ് തരുന്ന സൗഖ്യത്തെ ഓർത്ത് നന്ദി ദൈവമേ. ഉദരരോഗികളെ മുഴുവൻ ഞങ്ങൾ സമർപ്പിക്കുന്ന ദൈവമേ, സൗഖ്യത്തിന്റെ പെരുമഴ ഒഴുക്കണമേ തമ്പുരാനെ. യേശുവേ, 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 യേശുവേ. പ്രൈസ് ദി ലോർഡ്. അതായത് വലത് കാലിന് കർത്താവിൻ്റെ ആണി തറച്ചിരിക്കുന്ന സ്ഥലമില്ലേ, അത് ആ തിട്ട് ഏതാണ്ട് ആ ഒരു സ്ഥലത്ത് എപ്പോഴും ഇങ്ങനെ കുത്തിച്ചുഴിയുന്ന വേദന ഉണ്ട്. ചിലപ്പോൾ വാദമാണെന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ വല്ല എന്തെങ്കിലും കഷ്ണങ്ങളകത്ത് കയറിപ്പോയിട്ട് ആണെന്ന് വിചാരിക്കും. പക്ഷേ എന്ത് വേദനയായാലും 10-20 ദിവസം കഴിയുമ്പോൾ ആ വേദന മാറും. ചിലപ്പോൾ 7 ദിവസത്തിനുള്ളിൽ നിനക്ക് ആ വേദന മാറും. പക്ഷേ ഈശോ പറയണത് ആ വേദന എന്ത് കൊണ്ടുവന്നാലും ശരി, കർത്താവിൻ്റെ ആണിപ്പഴുതിൻ്റെ വേദനയോട് ചേർത്ത് വെച്ചിട്ട് നീ ആരുടെയെങ്കിലും മാനസാന്തരത്തിന് വേണ്ടി, നിൻ്റെ പരിചയത്തിലുള്ള വ്യക്തികളുടെ ആത്മാർത്ഥമായ മനസ്സാന്തരത്തിന് വേണ്ടി ആ വേദന കാഴ്ചവെക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. നാഥനേ, അങ്ങേക്ക് ആരാധന. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോഴേ പ്രാർത്ഥിക്കുമ്പോഴേ ഇടത് കൈയുടെ കക്ഷത്തുള്ള മുഴയാണ്. അങ്ങനെ കുറേ ശരീരത്തിൽ മുഴയുള്ളവരുണ്ടാകും. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ശരീരത്തിൽ മുഴയുള്ള ഉള്ളിലും അവയവങ്ങളിലും മുഴകളുള്ള പുറമേ മുഴകളുള്ള എല്ലാ മക്കളെയും ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലത് കരത്താൽ എല്ലാ മുഴകളെയും സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ എല്ലാ മുഴകളും, നീരുകളും, മറ്റ് രോഗങ്ങളും, ക്യാൻസർ രോഗങ്ങളും യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. സൗഖ്യത്തിന്റെ പെരുമഴ ഒഴുക്കുന്ന തമ്പുരാനേ, ആരാധന, 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 ആരാധന. എല്ലാ ക്യാൻസർ രോഗികളെയും ഞങ്ങൾ സമർപ്പിക്കുന്ന ദൈവമേ, നാഥാ, സൗഖ്യമായി കടന്നു വരണമേ. യേശുവേ, സൗഖ്യദായക. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ: നടുവെല്ലിൻ്റെ വേദന, വിട്ടുപോയ കശേരുക്കൾ, അകന്നുപോയ ഇടർച്ചയോടെ അതിൻ്റെ സ്ഥാനം തെറ്റി നിൽക്കുന്ന കശേരുക്കൾ, അതുപോലെ വിട്ടു നിൽക്കുന്ന അസ്ഥി ബന്ധങ്ങൾ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ,
അസ്ഥിരോഗങ്ങള്, അസ്ഥിരോഗങ്ങളാൽ, അസ്ഥി ഉരുക്കങ്ങള്, അസ്ഥിയുരുക്കങ്ങളാൽ, അസ്ഥിക്കുഴകള്, അസ്ഥിക്കുഴകള്, ഫ്ലൂയിഡില്ലാത്ത അവസ്ഥകള്, ഫ്ലൂയിഡില്ലാത്ത അവസ്ഥകള്, വിട്ടു നിൽക്കുന്നവര്, വിട്ടുനിൽക്കുന്നവര്, സ്ഥാനം തെറ്റി നിൽക്കുന്ന അസ്ഥികള്, സ്ഥാനം തെറ്റി നിൽക്കുന്ന അസ്ഥികള്, ജോലി ചെയ്യാൻ പാടില്ലാത്ത വിധം ജോയിൻ ചെയ്യാൻ പാടില്ലാത്ത വിധം വേദനിക്കുന്ന നടുരോഗങ്ങള്, നടുരോഗങ്ങള്, സ്പോണ്ടിലോസിസ് രോഗങ്ങള്, രോഗങ്ങള്, സന്ധിബന്ധങ്ങളിലെ അസ്ഥിബന്ധങ്ങളിലെ രോഗങ്ങള് യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. എല്ലാ അസ്ഥിരോഗികളെയും സമർപ്പിക്കുന്ന ദൈവമേ, അവരുടെ സന്ധിബന്ധങ്ങളെ സമർപ്പിക്കുന്ന ദൈവമേ, യേശുവേ സൗഖ്യമായി ഒഴുകി ഇറങ്ങണമേ. നാഥനേ സൗഖ്യദായക കടന്നു വരണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, നമ്മൾ പകുതി മുക്കാൽ പേരും അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി ചെയ്ത വിഷയങ്ങളാണ്. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥതയിലാണ് നമ്മൾ ആരാധനയ്ക്ക് വെക്കുന്നത്. അതുകൊണ്ടാണ് പരമാവധി സൗഖ്യത്തിൻ്റെ സാധ്യത നമുക്ക് അവകാശമാകുന്നത്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ത്വക്ക് രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, തിണർപ്പുകൾ, അതുപോലെ തന്നെ ചിരങ്ങുകൾ, ഇതുപോലെയുള്ള ത്വക്കിനുണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ, അതെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ തളിക്കപ്പെടാൻ വേണ്ടി അമ്മയുടെ മധ്യസ്ഥം തേടുകയാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ത്വക്ക് രോഗികളെ, വിസർപ്പ രോഗികളെ, വേരിക്കോസിന്റെ അസുഖമുള്ളവരെ, തൈറോയ്ഡ് രോഗികളെ, വാതരോഗികളെ, വിശുദ്ധ രക്തത്താൽ കഴുകണമേ. കർത്താവേ, ത്വക്ക് രോഗങ്ങള്, ചിരങ്ങുകള്, ചൊരികള്, വെള്ളപ്പാണ്ടുകള്, പാണ്ട് രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, മാതാവിന്റെ മധ്യസ്ഥതയില്, ഈശോ നാമത്തില് ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ രോഗികളെയും അമ്മ വഴിയായി ഞങ്ങൾ സമർപ്പിക്കുന്നു ദൈവമേ. നാഥനേ, സൗഖ്യത്തിന്റെ പെരുമഴ ഒഴുക്കണമേ. നാഥനേ, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, മുടി കൊഴിയുന്നത് ഒരു രോഗമാണ്. പക്ഷെ അത് നിസ്സാരമല്ല. പല ആൾക്കാരുടെയും കല്യാണം താമസിക്കുന്നതിന് ഇതൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ ഒന്നും നിസ്സാരമായിട്ട് അമ്മ കരുതണില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതെല്ലാം ആരാധനയ്ക്ക് വെക്കുന്നത്. നിൻ്റെ മനസ്സ് വിഷമിക്കുകയും കണ്ണ് നിറയുകയും ചെയ്യുന്ന ഒരു വിഷയവും നിസ്സാരമല്ല. വിവാഹം താമസിക്കുന്നവർ, മക്കളില്ലാത്തതെന്ന് പറയുമ്പോൾ ഒരു അമ്മയാകാനുള്ള കൊതിയേക്കാളുപരി, അതിൻ്റെ ഒരു മാനസിക സംതൃപ്തിയേക്കാളുപരി കുടുംബത്തിൽ ചില വ്യക്തികൾ അനുഭവിക്കുന്ന തിക്കുമുട്ടലുണ്ട്. അത് നമുക്ക് അതിൻ്റെ വേദന പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല. നാത്തൂന്മാരുടെ പോര്, നമുക്ക് മക്കൾ ഉണ്ടാവരുതെന്ന് ശാഠ്യപ്പിടിച്ചിട്ട് നമ്മുടെ അവകാശം അടിച്ചു മാറ്റാനുള്ള അണിയറയിലെ നീക്കങ്ങൾ, അതിൻ്റെ പേരിൽ നമ്മളെ ക്രൂശിക്കണത്, ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ ഉപദ്രവിക്കണതും, കള്ളപ്രചരണങ്ങൾ നടത്തുന്നതും, അങ്ങനെ ഒത്തിരിയേറെ പീഡാനുഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള എല്ലാ പീഡാനുഭവങ്ങളുടെ മേലും അമ്മ ഒരു തീരുമാനം എടുക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ.
ജീസസ്. മാതാവേ, മക്കളില്ലാത്തവരുടെ മേലും വിവാഹം ഒത്തുവരാത്തവരുടെ മേലും കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവരുടെ മേലും മക്കൾ ഇല്ലാത്തവരുടെ മേലും കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ. അവിടെ വന്ന് സാക്ഷ്യം പറയാൻ, സന്തോഷത്തോടെ സാക്ഷ്യം പറയാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരൾ രോഗികള്, കിഡ്നി രോഗികള്, അപസ്മാര രോഗികള്, പിസ്റ്റുലായിഡ് രോഗമുള്ളവർ, അരസസ് രോഗികള്, PCOD രോഗമുള്ളവർ, അവരെല്ലാവരും അതാ സ്ഥാനങ്ങളിൽ അടിവയറ്റിൽ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നല്ലവനായ യേശുവിന്റെ ഉന്നതമായ നാമത്തിന് സ്വത്രം ചെയ്ത് കർത്താവേ, വ്യത്യസ്തങ്ങളായ രോഗങ്ങളുള്ളവരുടെ മേലും കർത്താവിൻ്റെ കണ്ണ് ചൊരിയട്ടെ. വിശുദ്ധ രക്തത്താൽ ഈ നിമിഷം ഈശോ അവരെ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. യേശു സ്തോത്രം, യേശു സ്തോത്രം, യേശു സ്തോത്രം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ജോലി ഇല്ലാത്തവരെ, കുടുംബം പോറ്റാൻ ആവശ്യമായ വരുമാനം ഇപ്പോഴില്ലാത്തവരെ, വീട്ടിൽ യാതൊരു സ്വാതന്ത്ര്യമില്ലാത്തവരെ, എപ്പോഴും ആട്ടും തുപ്പും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പോലും കൊച്ചാക്കി സംസാരിച്ചിട്ട് എന്നാത്തിന് ജീവിക്കാനാണ് ഓർത്ത് ചത്ത് ജീവിച്ച് ജീവക്ഷോഭം പോലെ ജീവിക്കണ കുറേ മക്കളുണ്ട്. അവരൊന്നെങ്കിലും അത് കൃപയാക്കി മാറ്റണം, അല്ലെങ്കിൽ അമ്മ നേരിട്ടത് ഇടപെട്ടിട്ട് നിനക്ക് ഈ ജീവിതകാലത്ത് തന്നെ നിനക്ക് സന്തോഷം തരണം. എന്താണ് കരുണയുമെന്ന് വെച്ച് ആ വിഷയം ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. തൊഴിലിനു വേണ്ടി മുട്ടുന്ന കവാടങ്ങളെല്ലാം കൊട്ടിയടക്കപ്പെടുന്ന വേദന അനുഭവിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു ദൈവമേ. അവരുടെ മുൻപിൽ നാഥാ അങ്ങ് കവാടം തുറക്കണമേ, തൊഴിൽ മേഖല കാട്ടിക്കൊടുക്കണമേ തമ്പുരാനേ. മക്കളുടെ പഠനങ്ങൾ, പഠിക്കാത്ത മക്കൾ ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പരീക്ഷയിലുള്ള എല്ലാവരെയും നമ്മളിപ്പോഴും അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മ അവരെ ഈശോയ്ക്ക് അടുത്തേക്ക് കൊണ്ടുവരും. എഴുതിവിട്ട പരീക്ഷകൾ, സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പരീക്ഷയ്ക്ക് കൈമാളിപ്പോയാലും അമ്മ ആ വിഷയം ഏറ്റെടുത്ത നിന്നെ നിലനിർത്തി തരും. ജോലിയില്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവർ, ഇപ്പം പൊറുക്കണ സ്ഥലത്ത് എപ്പോഴും വഴക്കും ഭിന്നതയും കാരണം അവിടുന്ന് പൊളിച്ചുകൊണ്ട് പോയാലോ എന്ന് ചിന്തിക്കുന്നവർ, ഒന്നെങ്കിൽ അവിടെ വഴക്ക്, ചുറ്റുവട്ടങ്ങളിലുള്ള വഴക്ക് അസ്തമിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് മാറി താമസിക്കണം. കാരണം സമാധാനം ആവശ്യമാണ്. അങ്ങനെയുള്ള കുഴഞ്ഞു മറിഞ്ഞ എല്ലാ മേഖലകളിലും കുറേ കേസുകളും തർക്കങ്ങളും വഴിനടത്തലില്ലാത്ത അവസ്ഥയും എല്ലാമായി വേദനിച്ച് നടക്കുന്ന മക്കളുടെ മേലെല്ലാം ദൈവിക ഇടപെടലുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരീക്ഷ എഴുതിയ എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന ദൈവമേ, പരീക്ഷ എഴുതുവാനിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന ദൈവമേ, ഇടപാടത്തിനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്ന ദൈവമേ. പരീക്ഷകൾ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, ഇൻ്റർവ്യൂ ടെസ്റ്റ്, യാത്രകൾ, അതിനനുബന്ധ രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ, കയറി ഇറങ്ങേണ്ട സ്ഥാപനങ്ങൾ, ഡിപ്പാർട്ട്മെൻറ്റുകൾ, റവന്യൂ ഓഫീസുകൾ, കോടതികൾ, സ്റ്റേഷൻ, പൊതുജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങൾ, അവിടെ വന്നിരിക്കുന്ന തടസ്സങ്ങൾ, സമയബന്ധിതമായ വിഷയങ്ങൾ പരിശുദ്ധ അമ്മ ഇടപെട്ട് സമയച്ചുരുക്കമുണ്ടാകാൻ വേണ്ടി അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സമയബന്ധിതമായ വിഷയങ്ങളിലെ പരിശുദ്ധ അമ്മ ഇടപെട്ട് ഉടമ്പടി വാഗ്ദാന പ്രകാരം സമയച്ചുരുക്കമുണ്ടാകാൻ ബന്ധപ്പെട്ട സ്ഥാപനങ്ങള്, വ്യക്തികള്, ഓഫീസുകള്, വിഭാഗങ്ങള്
യേശുക്രിസ്തുവിന്റെ വലിയ സാന്നിധ്യമുണ്ടായി. അവിടെ നിന്നെല്ലാമുള്ള ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ദൈവമഹത്വപ്പെടട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. സമയത്തെ ചുരുക്കുവാനുള്ള സമയ ഘടികാരവുമായി തിരുനടയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ ദുരിതങ്ങളുടെ സമയത്തെ സമർപ്പിക്കുന്നു. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ.